അപ്പോൾ ഉണ്ടല്ലോ ഇന്ന് എനിക്ക് കുറേ കറിവേപ്പില കിട്ടിയേ. നല്ല അടിപൊളി കറിവേപ്പില, നല്ല സ്മെല്ലൊക്കെ ആയിട്ട് നല്ല ഫ്രഷ് സാധനമാണ്. നമ്മൾ നാട്ടിൽ നിന്നൊക്കെ ഈ മരത്തിൽ നിന്ന് പറിച്ചെടുക്കുമ്പോൾ തന്നെ കിട്ടുന്ന ഒരു സ്മെല്ലൊക്കെ ഉള്ള ഒരു സാധനമില്ലേ, അതാണ്. സോ ഇതിപ്പോൾ ഇച്ചിരി ഏറെ ഉണ്ട്, അപ്പോൾ അത് സ്റ്റോർ ചെയ്ത് വെക്കണം. ഞാൻ എല്ലാ പ്രാവശ്യവും ചെയ്യുന്ന പോലെ തന്നെയാണ് ഇപ്രാവശ്യവും കേടാകാതെയും കറുത്തു പോകാതെയും ഒക്കെ സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. ഞാനപ്പോൾ ആ ഒരു സൂത്രപ്പണി നിങ്ങൾക്ക് വേണ്ടി ഞാൻ കാണിച്ചു തരാവേ. ഇതിന് ഒരുപാട് പണിയൊന്നുമില്ല. ഇതുപോലൊരു ഐസ് മോൾഡിങ് ട്രേ മാത്രം മതി. സോ ഇതെന്താ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ, നന്നായിട്ട് വാഷ് ചെയ്ത് ക്ലീൻ ചെയ്തതിന് ശേഷം ഇങ്ങനെ ഫ്രീസ് ചെയ്ത് എടുത്ത് വെക്കാൻ പോവുകയാണ്. അപ്പോൾ വാഷ് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ, പിന്നീട് നമ്മൾ കറിയിൽ ഉപയോഗിക്കുമ്പോൾ എടുത്ത് വാഷ് ചെയ്യേണ്ട, നേരെ എടുത്ത് കറിക്കകത്തൊരിട്ടാൽ മതി. സോ അപ്പോൾ ഒരു കറിക്ക് നമ്മൾ എന്തുമാത്രം കറിവേപ്പില ഇടുന്നോ അത്രയും നമ്മൾ ഒരു എന്താ പറയുക ക്യൂബാക്കുക. സോ കൂടുതലായിട്ട് കറിയിൽ വേപ്പില ഇടുന്നവരാണെങ്കിൽ നമുക്ക് 2 ക്യൂബ് നമുക്ക് ആ സമയത്ത് എടുക്കാൻ പറ്റും. സോ അതുപോലെ ഇങ്ങനെ ഈ മോൾഡിനകത്തോട്ട് കറിവേപ്പില എത്ര ആവശ്യമാണോ ഓരോ ബോക്സല്ല ഓരോ ഇതിനകത്തും ഇങ്ങനെ നിറച്ച് വെക്കുക. അതിന് ശേഷം അതിനകത്തോട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് സാധാരണ നമ്മൾ ഐസ് ക്യൂബ് ആക്കുന്ന പോലെ തന്നെ ചെയ്യുക. അപ്പോൾ ഇത് നിറച്ചും ആദ്യമേ തന്നെ വെള്ളം ഒഴിക്കരുത്, ഒരു മുക്കാൽ വെള്ളം മാത്രം ഒഴിച്ചാൽ മതി. എന്നിട്ട് നമ്മൾ എടുത്ത് ഫ്രീസ് ചെയ്യാൻ വെക്കണം. എന്നിട്ട് അതൊരു മുക്കാലും ഫ്രീസായതിന് ശേഷം നമ്മൾ അത് തിരിച്ചെടുക്കുക. അതെന്തിനാണെന്ന് വെച്ചാൽ, ഈ ഇലയെല്ലാം ഇങ്ങനെ ഒരുപാട് ഇങ്ങനെ പൊങ്ങി നിൽക്കും നമ്മൾ ആദ്യമേ തന്നെ മൊത്തത്തിൽ വെള്ളം ഒഴിച്ച് വെച്ചാൽ. സോ ഞാനിതൊരു മുക്കാൽ വെള്ളം ഒഴിച്ചിട്ടുള്ളൂ. ഞാനിത് ഫ്രീസ് ചെയ്യാൻ പോവുകയാണ്. ഒരു 40 മിനിറ്റ് ഫ്രീസ് ചെയ്താൽ മതി. ഓക്കെ. സോ ഇത് 40 മിനിറ്റിന് ശേഷം ഞാൻ ഫ്രീസറിൽ നിന്ന് തിരിച്ചെടുത്തതാണ്. അപ്പോൾ ഒരു മുക്കാൽ ഭാഗവും ഫ്രീസായി, എന്നാൽ അത് മൊത്തത്തിൽ അത് കല്ലുപോലെ ആയിട്ടുമില്ല. കണ്ടോ, ഇത് ഇങ്ങനെ ആയിക്കഴിഞ്ഞാലത്തെ ഒരു ഗുണം എന്നാന്ന് വെച്ചാൽ, ഇലകൾ പിന്നെ പൊങ്ങി വരാതിരുന്നോളും. സോ ഇതിൻ്റെ മുകളിലോട്ട് ബാക്കിയും കൂടെ വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഇത് ഞാൻ ഈ ഇലകളെല്ലാം മൂടുന്ന രീതിയിൽ ഇനി വെള്ളം ഒഴിച്ച് കൊടുക്കും. അപ്പം ആ വെള്ളത്തിൻ്റെ ഉള്ളിൽ നമ്മുടെ ഈ കറിവേപ്പില എല്ലാം അങ്ങ് മുങ്ങിയിരുന്നോളും. ഇനി ഇത് ഞാനൊരു 24 അവർ സാധാരണ ഐസ് ഉണ്ടാക്കുന്നത് പോലെ തന്നെ എടുത്ത് നമ്മുടെ ഫ്രീസറിലോട്ട് വെച്ച് നല്ല കട്ടിയുള്ള ഐസ് ക്യൂബ്സ് ആക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. സോ ഇങ്ങനെയുള്ള ചെയ്താലുള്ളൊരു ഗുണം എന്നാണെന്ന് വെച്ചാൽ, ഇതിൻ്റെ ഇലയുടെ ഫ്രഷ്നെസ് ഒട്ടും പോകത്തില്ല, നല്ല ഫ്രഷായിട്ടിരിക്കും. നമ്മൾ പിന്നെ കറിക്കകത്തോട്ട് ഇടാൻ വേണ്ടിയിട്ട് എടുക്കുമ്പോൾ ഉണ്ടല്ലോ, ശരിക്കും നമ്മൾ ഫ്രഷ് ആയിട്ടുള്ളൊരു ഇല പോലെ തന്നെ ഒരു ഫീല് കിട്ടും കേട്ടോ. സോ ഇത് ഞാൻ നെക്സ്റ്റ് ഡേയിൽ, അതായത് ഒരു 24-25 അവേഴ്സ് കഴിഞ്ഞ് എടുത്തിട്ടുള്ളതാണ്. സോ ഡിമോൾഡ് ചെയ്തെടുത്തപ്പോൾ അത് ഇങ്ങനെയാണ് കിട്ടിയത്. ഇനിയിപ്പോൾ ഇത് ചെയ്യാൻ പോകുന്നത്, ഒരു സിബ് ലോക്കർ കവറിനകത്തോട്ട് സ്റ്റോർ ചെയ്യാൻ വേണ്ടി എടുത്ത് വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പം നമ്മൾ ഒരുപാട് നാളിരുന്നോളും. ഇതിപ്പം ഞാൻ ഒരു കറിക്ക് എൻ്റെ ഒരു അളവിൽ ഇതുപോലത്തെ 1 ക്യൂബ് ഇട്ടാൽ മതി എൻ്റെ ഒരു കറിക്ക്. സോ നിങ്ങൾക്ക് എന്തുമാത്രം ആവശ്യമുണ്ടോ അത്രയും നമ്മളൊരു ക്യൂബ് ആക്കാൻ ശ്രമിക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ ഒരു കറിക്ക് വേണ്ടിയിട്ട് നമുക്ക് 2 ക്യൂബ് എടുക്കാം കേട്ടോ. സോ ഇങ്ങനെ എടുത്ത് സ്റ്റോർ ചെയ്ത് വെക്കുകയാണെങ്കിൽ ഞാൻ ഗ്യാരണ്ടിയാണ്, ഒട്ടും ഫ്രഷ്നെസ് പോകില്ല, സ്മെല്ലും പോകത്തില്ല, ആ ഇലയുടെ കളറ് പോലും പോകത്തില്ല. നമ്മൾ കറി വെക്കാൻ നേരത്ത് ജസ്റ്റ് അതൊന്ന് എടുത്ത് ചെറുതായിട്ട് ഒരു 2 മിനിറ്റ് പച്ചവെള്ളത്തിൽ, തണുത്ത വെള്ളത്തിൽ ഒഴിച്ചു വെച്ചാൽ മതി. ഐസെല്ലാം പോയി നമുക്ക് ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പില കിട്ടും. അപ്പം ഇത് ഞാൻ കുറേ നാളായിട്ട് ചെയ്ത് വരുന്ന ഒരു പരിപാടിയാണ്, സക്സസ് ആയേക്കുന്നതാണ്. ഞാൻ ഈ പ്ലാസ്റ്റിക് ടിന്നിലൊക്കെ ഇട്ട് വെക്കുന്നത് കണ്ടിട്ടുണ്ട്, പരീക്ഷിച്ചിട്ടുണ്ട്. പക്ഷേ അത് സക്സസ് ആയില്ല. കാരണം കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഇലയെല്ലാം കറുത്ത് പോവും. പക്ഷേ ഇത് അടിപൊളിയാണ് കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.